അപ്പോൾ നമ്മളിന്ന് വണ്ടിയുടെ ഒരു റിവ്യൂ ആണ്. എൻ്റെ ഇത് ഹീറോ എക്സ്പ്രസ് ആണ്. ഞാനിപ്പോൾ എടുത്തിട്ട് ഒരു രണ്ടാഴ്ചയായുള്ളൂ വണ്ടി എടുത്തിട്ട്. അപ്പോൾ വണ്ടിയുടെ ഒരു റിവ്യൂ പറയാനാണ്. ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് സർവീസിൻ്റെ ഭാഗത്ത് മാത്രമാണ് കുറച്ച് കോസ്റ്റിൻ്റെ അല്ല, ഒരു കുറച്ച് ഷോക്കായിട്ട് തോന്നി. സർവീസ് വണ്ടിയുടെ പ്രോപ്പറല്ല. ഞാൻ എടുത്തത് ഫുൾ റെഡാണ് വണ്ടി എടുത്തത്. എൻ്റെ വീട് പാലയായതുകൊണ്ട് തന്നെ ഞാൻ പാല രജിസ്ട്രേഷൻ എടുക്കാനാണ് KL35 കിട്ടുമെന്നാണ് നോക്കിയത്. പക്ഷേ എനിക്ക് നമ്പർ പ്ലേറ്റ് കിട്ടിയത് 67 ഒക്കെയാണ്. പിന്നെ വണ്ടിയിലായാലും വണ്ടിയുടെ മീറ്ററിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി മോഡുകൾ വരുന്നുണ്ട്. ട്രിപ്പ് മോഡുകൾ രണ്ടെണ്ണമുണ്ട്. പിന്നെ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, ഒരു എക്കോ മോഡുണ്ട്, പിന്നെ ഒരു ആവറേജിൻ്റെ ഒരു ഇത് കൂട്ടുണ്ട്. പിന്നെ ABS നമുക്ക് ഓഫ് റോഡ് വരുമ്പോൾ ചേഞ്ച് ചെയ്തിടാം. ഇപ്പോൾ റാലിയാണ്, റാലിക്ക് ഓഫ് റോഡ് ഇപ്പോൾ ABS നമുക്ക് ഓഫാക്കിയിടാം. ഇപ്പോൾ ഞാൻ നോർമൽ റോഡ് മോഡിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഒരു ABSൻ്റെ ഇൻഡിക്കേറ്റർ തെളിയുന്ന കാണാം. അപ്പോൾ വണ്ടി ഞാൻ ഇത്ര ഓടിച്ചത് വെച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വണ്ടി വലിയ കുഴപ്പമില്ല. വണ്ടി ഓവറോൾ കാണാനും നല്ല ലുക്കാണ്. പിന്നെ ടയേഴ്സ് ആയാലും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ടയേഴ്സ് ആയാലും അത്യാവശ്യം നല്ല ഗ്രിപ്പ് കാര്യങ്ങളെല്ലാം ഉള്ള ഓഫ് റോഡ് പോകുമ്പോഴൊക്കെ വലിയ കുഴപ്പമില്ല. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് കമ്പാരിറ്റീവ്ലി 2Vനെ അപേക്ഷിച്ച് വണ്ടി ഇപ്പം ഫ്യൂൽ ഇഞ്ചക്ഷൻ കൂടെ ആയതുകൊണ്ട് ഒരു കാർബറേറ്റർ വണ്ടികൾക്കാണ് ഇപ്പോൾ പവർ നമുക്ക് എക്സ്ട്രാ ഇൻക്രീസ് ചെയ്യാം എന്ന് പറയുന്നത്. കുറച്ച് പവറിൻ്റെയൊക്കെ ഒരു ഷോർട്ടേജ് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഓഫ് റോഡ് പോയ ടൈമിലെല്ലാം വണ്ടി അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഫസ്റ്റ് സർവീസ് തന്നെ ഒരു 4 ദിവസം കൊണ്ട് ഞാൻ ഫസ്റ്റ് സർവീസ് ഒരു 500 കിലോമീറ്റർ കട്ട് ചെയ്തായിരുന്നു. പിന്നെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഫസ്റ്റ് സർവീസിന് ശേഷം കുറച്ച് ഓഫ് റോഡൊക്കെ വണ്ടി പോയെങ്കിലും വേറെ വലിയ വിഷയങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് ആപ്പാടെ വന്നൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ഓട്ടുമ്പം ബാക്കിലെ ലൈറ്റ് തെളിയാത്തൊരു ഇഷ്യൂ വന്നായിരുന്നു. തെളിയുന്നതിനും ഭയങ്കര ഡീപ്പായിട്ട് നമ്മൾ ചവിട്ടിയായിരുന്നു. ബാക്കിൽ ഇൻഡിക്കേറ്റർ ലൈറ്റ് തെളിയുള്ളായിരുന്നു. അതുമാത്രം ഒരു വിഷയമായിട്ടുള്ളായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് മേടിച്ചൊരു വണ്ടിയിൽ എനിക്കൊരു വലിയൊരു പോരായ്മയായിട്ട് തോന്നിയത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹസാർഡില്ല. ഹസാർഡിന് സെപ്പറേറ്റ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമാണ് ഈ ഹസാർഡ് നമ്മൾ സെപ്പറേറ്റ് ഹസാർഡിൻ്റെ അതിൻ്റെ യൂണിറ്റ് മേടിച്ച് വെച്ചാൽ മാത്രമേ ഹസാർഡ് വർക്കാവുള്ളൂ. അതൊരു വലിയൊരു പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നിയത്. വെച്ചാൽ റാലിക്ക് കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ടെങ്കിലും ഒരു കുതിരയുടെ പുറത്ത് പോകുന്ന ഒരു ഫീലാണ് വണ്ടിയിൽ. അപ്പോൾ ഞാനൊരു ഓഫ് റോഡ് വഴിക്കാണ് ഇപ്പോൾ കയറി വന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ എൻ്റെ വ്ളോഗ് ഇടുന്നത്. റെഡ് ഷെയ്ഡ് കൊടുത്തുകൊണ്ട് തന്നെ കാണാൻ ഭയങ്കര ലുക്കാണ്. പിന്നെ മൺകാടായാലും നേരത്തെ ബ്ലാക്ക് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ അത് ഫുള്ള് റെഡ് ആക്കിയിട്ടുണ്ട്. കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്, DRL കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. പിന്നെ എൻജിൻ സൈഡൊക്കെ നോക്കുവാണെങ്കിൽ വണ്ടി ആവറേജ് നല്ല നീറ്റ് കണ്ടീഷനാണ്. എൻജിൻ സൈഡൊക്കെ പക്കയാണ്. ഇത് ABS സിംഗിൾ ചാനൽ ABS തന്നെ വേണം. പിന്നെ നമ്മൾ അത്യാവശ്യം എല്ലാം നീറ്റായിട്ടാണ് ഞാൻ എടുത്തത്. പിന്നെ വണ്ടി കൊണ്ട് നടന്നത് അത്യാവശ്യം കാണാൻ അടിപൊളി ഒരു വണ്ടിയാണ്. മൈലേജ് ഒരു 32 കാണിക്കുന്നെങ്കിലും ആവറേജ് ഞാൻ ഇതിൻ്റെ ആവറേജ് മൈലേജ് പ്രോപ്പർ മൈലേജ് ആയിട്ട് അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ എനിക്കൊരു 41 കിലോമീറ്റർ ഇപ്പോൾ മൈലേജ് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞപ്പോൾ കിട്ടുന്നുണ്ട്. ഒരു സെക്കൻഡ് സർവീസിലൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു 45-47 കിലോമീറ്ററൊക്കെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കമ്പനി പറയണത് ഒരു ഏകദേശം ഒരു 65 കിലോമീറ്റർ പെറിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുമെന്നാണ് കമ്പനിയെന്ന് പറഞ്ഞത്. അപ്പം വലിയ കുഴപ്പം ഇല്ല. മീൻസ് ഏത് രീതിക്ക് ഏത് ടെറിട്ടറിയിലും നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റിയൊരു വണ്ടിയാണ് എക്സ്പൾസ് 4V. ഇവിടെ നോർമൽ DRL ഉണ്ട്. പിന്നെ അത് കഴിയുമ്പം ലൈറ്റിന് ഡൗൺ ഉണ്ട്, ലോ ഉണ്ട്. അത് കഴിയുമ്പം ബ്രൈറ്റ്, അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മീറ്ററിലായാലും ടൈം വരുന്നുണ്ട്, കിലോമീറ്റർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതാണ് ആവറേജ് കിലോമീറ്റർ 32. എനിക്ക് 33 വരെ ആവും. റണ്ണിങ്ങിൽ ഒരു 33 വരെ ആവറേജ് കാണിക്കുന്നുണ്ട്. പോരായ്മയായി പോകുന്നത് വണ്ടിയുടെ ക്രാഷ് കാർഡ് തന്നെയാണ്. ഇത്രയും ഹൈറ്റും ഉള്ള വണ്ടിക്ക് ചെറിയൊരു ഹാഷ് കാർഡ്. ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ക്രാഷ് കാർഡ് ഇത്ര ചെറുതെന്ന് പറയുമ്പോൾ അത് ബെൻഡ് ആവാനും വണ്ടിക്ക് കൂടുതൽ ഡാമേജ് വരാനും ഉള്ള സാധ്യത കൂടുതലാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ പറയുകയാണെങ്കിൽ വണ്ടി ഓക്കെയാണ്. അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടി, ഏത് ടെറൈനിലും ഓടിക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയായിട്ടാണ് അതിനെ കണ്ടേക്കണത്. ഇവിടെയുള്ളൊരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോയുടെ സർവീസ് ഭയങ്കര ശോകമാണ്. ഞാനാണെങ്കിൽ തൊടുപുഴയിലാണ് ഞാൻ സർവീസിന് കൊടുത്തത്. ഞാൻ സർവീസിന് കൊടുത്തിട്ട് അവരോട് പ്രോപ്പറായിട്ട് പറഞ്ഞായിരുന്നു എൻ്റെ ലൂബ് ചെയ്യണം എന്നല്ല അവരോട് ഞാൻ പക്കയായിട്ട് പറഞ്ഞായിരുന്നു. പക്ഷേ അവർ ലൂബ് ചെയ്തില്ല. ലാസ്റ്റ് ബില്ലിങ്ങിൻ്റെ ടൈമിലാണ് എന്നോട് പറയണത് വണ്ടി ലൂബ് ചെയ്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കംപ്ലയിൻ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നവർ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഓൾറെഡി വണ്ടി കൊടുത്തപ്പോൾ പറഞ്ഞാണ് ലൂബ് ചെയ്യണം എന്ന് പറഞ്ഞാണ്. എനിക്ക് ഫസ്റ്റ് സർവീസ് കോസ്റ്റ് ഏതാണ്ട് വന്നത് 1350 ഏതാണ്ടാണ് ഫസ്റ്റ് സർവീസ് ചെയ്ത് ഓയിൽ ചേഞ്ച് മാത്രമുള്ളായിരുന്നു. പിന്നെ നോർമൽ ബോഡി ചെക്കപ്പാണ് അവർ ചെയ്യുന്നത്. അത് അവരുടെ ഇതുകൂട്ട് 6 to ഇതുകൊണ്ടായിട്ട് കണക്ട് ചെയ്ത് വണ്ടിക്കേണ്ടത് എറേഴ്സ് അടിക്കുന്നതുകൊണ്ടെന്നാണ് അവർ മെയിനായിട്ട് നോക്കുന്നത്. സർവീസിൻ്റെ ഭാഗത്ത് എപ്പോഴും വണ്ടിയുടെ ഭയങ്കര ശോകമാണ്. ഞാൻ വണ്ടി എടുത്ത ടൈമിൽ എനിക്കൊരു ചെറിയ എടുത്ത 2ാമത്തെ ദിവസം തൊട്ട് വണ്ടിക്ക് ഭയങ്കരമായിട്ട് ജെർക്കിങ് വന്ന് ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ ഷോറൂമിൽ കോൺടാക്ട് ചെയ്ത് അവരുമായിട്ട് ചോദിച്ചു എന്താണ് ജെർക്കിങ്ങിന് ഇഷ്യൂ, എന്താണ് വരാൻ കാരണം എന്ന് പറഞ്ഞ്. ഞാൻ ഓൾറെഡി പാലായിൽ നിന്നാണ് വണ്ടി എടുത്തത്. അപ്പോൾ ഞാൻ പാലായിൽ നിന്ന് വണ്ടി എടുത്തിട്ട്
പാലായിൽ നിന്ന് വണ്ടി എടുത്തിട്ട് എനിക്ക് ഈ ജെർക്കിങ്ങിൻ്റെ ഇഷ്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി കോട്ടയം വരെ വന്നത്. ഇവിടുത്തെ കാരണം പാലായിലെ സർവീസ് ഇതുപോലെ തന്നെ സർവീസ് ഹീറോയുടെ സർവീസ് എല്ലായിടത്തും ഭയങ്കര ശോകമാണ്. പിന്നെ ആദ്യത്തെ 3 സർവീസ് ഫ്രീ സർവീസ് ആയതുകൊണ്ട് വാറണ്ടിയുടെ ഇഷ്യൂസൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ഷോറൂമിൽ മാത്രമേ കൊണ്ടേ വണ്ടി കാണിക്കാൻ പറ്റുള്ളൂ. അത് വലിയൊരു എന്താ പറയുക വലിയൊരു ശോകം ഒരവസ്ഥയാണ്. കാരണം നമ്മൾ വണ്ടി എടുത്ത് ഈ വണ്ടി ജെർക്കിങ് വരിക, ഞാൻ അതിനെ എടുത്ത് ഷോറൂമിൽ പോകാതെ ഞാൻ അവിടുന്ന് എൻ്റെ പാലായിൽ ഞാൻ വീണ്ടും കോട്ടയം വരെ പോവുക. എന്നിട്ട് അവിടുന്ന് അവരൊരു ക്ലാരിഫിക്കേഷൻ തന്നു. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ടയറിൻ്റെ ഇഷ്യൂ ആണ്. ടയർ ക്ലിപ്പ് ചെയ്ത് വെച്ച് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും ടയറിന് ഒരു ചെറിയ കോട്ടം എല്ലാം വരും. അപ്പോൾ റോഡും ടയറുമായിട്ടുള്ള പ്രസൻസുമായിട്ട് സെറ്റായിട്ട് ഇത് ഓക്കെ ആവുമെന്നാണ് അവരെന്നോട് പറഞ്ഞത്. അങ്ങനെ എനിക്ക് വണ്ടി എടുത്തപ്പോൾ അങ്ങനെ ചെറിയ 1-2 ശോക അവസ്ഥകൾ വണ്ടി എടുത്തപ്പോൾ പിന്നെ ഉണ്ടായി. ഷോറൂമുകളിലായാലും വലിയ കുഴപ്പമില്ലെങ്കിലും ഒരു പ്രോപ്പർ വേയിലല്ല കാര്യങ്ങൾ ഹീറോയുടെ ആൾക്കാരെല്ലാം സെറ്റ് ചെയ്യുന്നത്. വണ്ടി അടിപൊളി വണ്ടിയാണ്. ചെറിയ ചെറിയ ഇഷ്യൂസ് മൈനറായിട്ടുള്ള ഇഷ്യൂസുകൾ ഒഴിച്ച് കഴിഞ്ഞാൽ വണ്ടി അടിപൊളി ഒരു വണ്ടിയാണ്. അത്യാവശ്യം കൊണ്ടേ നടക്കാൻ പറ്റും. ആ മൈലേജും ഉണ്ട്. എല്ലാ രീതിയിലും നമുക്ക് മെയിൻ്റെനൻസ് കോസ്റ്റും കുറവാണ്. പിന്നെ ആഫ്റ്റർ മാർക്കറ്റിലായാലും പാർട്സിനെല്ലാം ഒരു 750 രൂപ, ഒരു 1000 രൂപയ്ക്കുള്ളിൽ നമുക്ക് പാർട്സുകളെല്ലാം അവൈലബിൾ ആണ്. കാരണം ഓഫ് റോഡ് കൊണ്ടുപോകുന്ന വണ്ടികളായതുകൊണ്ട് ഒരു ചീപ്പ് കോസ്റ്റിലാണ് ഈ ചീപ്പ് കോസ്റ്റിലാണ് ഈ പാർട്സിനെല്ലാം അവരൊരു കോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളം ആറായി. ഇപ്പോൾ എൻ്റെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ്, ഇപ്പോൾ എടുത്ത് ഒരു മാസത്തെ എക്സ്പീരിയൻസ് വെച്ച് വണ്ടി അടിപൊളിയാണ്. നമ്മൾ സർവീസ് മാത്രമാണ് ഒരു ശോകാവസ്ഥ എനിക്ക് ഫീൽ ചെയ്തത്. എങ്ങനെയുണ്ട് വണ്ടി? സൂപ്പർ. നീ കയറിയോ? എന്നാ പറയാനുള്ള വണ്ടിയെ കുറിച്ച്? ഭയങ്കര സൂപ്പർ വണ്ടിയാ. ഭയങ്കര പൊക്കവാ. ഈ റോഡിലേക്കൊക്കെ കയറുമ്പോ ഇങ്ങനെ കുതിച്ചു വന്നു പോടാ. ശരിക്കും അപ്പം അത്രേ ഉള്ളൂ പറയാൻ. വണ്ടിയുടെ DRLൊക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്. വണ്ടി കാണാനൊക്കെ അടിപൊളിയാണ്. ഓഫ് റോഡ് പ്രസൻസ് പറയാതിരിക്കാൻ പറ്റില്ല. അമ്മാതിരി പ്രസൻസാണ്. ഞാൻ കൊണ്ടുപോയി. ഞാനൊരു പാറമടയാണ്. അപ്പോൾ അവിടെ മുഴുവൻ ചെളിയായിട്ട് കിടക്കുന്നത്. ഞാൻ അവിടെ വണ്ടി കൊണ്ടുപോയി. അടിപൊളി ഫീലാണ്. പിന്നെ ബാക്ക് ബ്രേക്ക് കൂടുതലായിട്ട് റോഡുകളിൽ ബാക്ക് ബ്രേക്ക് കൂടുതലായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്യൂസ് വരുന്നുണ്ട്. കാരണം ഞാൻ പോയിട്ട് റോഡിലെ നടുവിലേക്ക് വട്ടം വണ്ടി നിന്നു. അപ്പോൾ ABS ആയതുകൊണ്ട് പരമാവധി ഫ്രണ്ട് ബ്രേക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ABS തന്നെ ഫ്രണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം കൂടുതലായിട്ട് നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് രണ്ടും ഒരേപടി സെറ്റായിട്ട് കിട്ടും. അല്ലാതെ അറിയില്ലാത്തൊരു ആദ്യമേ ഫസ്റ്റ് ടൈമിൽ നമ്മൾ ബാക്ക് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ റോഡിൻ്റെ വട്ടം വണ്ടി നിൽക്കും. ഇതിൻ്റെ ഇൻഷ്യൽ ടോർക്ക് എപ്പോഴാണ് കയറി വരണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മീൻസ് ഓരോ മണ്ണിട്ട വഴി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടോർക്ക് സ്വാഭാവികമായിട്ട് കൂടും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി പവർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ചെളിയൊക്കെ ആണെങ്കിൽ വണ്ടി കണ്ടമാനം ഡ്രിഫ്റ്റായി അവിടെ കിടന്ന് ഇറങ്ങാൻ സാധ്യതയുണ്ട്. ടൗണിൽ പോയിട്ട് ഞാനൊരു ചെറിയൊരു ഹമ്പ് പോലൊരു സ്ഥലം ഉണ്ടായിരുന്നു. മീൻസ് ഒരു കടയിൽ നിന്ന് കയറുന്ന ഒരു കട്ടിങ് ആയിരുന്നു. ഞാൻ എടുത്ത ടൈമായിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നു ഇത്രയും പവർ കയറുന്നു. ഒരു മണ്ണിട്ട വഴി തന്നെയാണ് ഹമ്പ് പോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ചെറുതായിട്ട് കഴുകി കൊടുത്തപ്പോൾ വണ്ടി വട്ടം കയറങ്ങി. അങ്ങനെ എപ്പോഴും ഈ ഒരു മണ്ണിട്ട വഴിയൊക്കെ കയറുമ്പോഴത്തേക്കും വണ്ടിയുടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ കൂടെ ഇപ്പം കാശിയുണ്ട്. അപ്പം ഞാനിനി അടിപൊളി വീഡിയോസ് വരും. ഇപ്പം ഞാനിപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എനിക്ക് ഒത്തിരി വീഡിയോസ് പക്കയായിട്ട് ചെയ്യാൻ പറ്റില്ല. ഫാമിലി വ്ളോഗായാലും നമ്മൾ നോർമൽ ഫാമിലി അതൊക്കെ ഉള്ളൂ. നമ്മുടെ അത്ര ഹെവി സെറ്റപ്പിലുള്ള വീഡിയോസൊന്നും നമ്മൾ ചെയ്യണില്ല. പിന്നെ വ്ളോഗുകൾ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് വ്ളോഗുകളെല്ലാം വരും. ഫാമിലി വ്ളോഗുകൾ വരും, റൈഡിങ് വ്ളോഗുകളെല്ലാം വരും. അപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ആയതുകൊണ്ട് യൂട്യൂബിനെ കുറിച്ച് എല്ലാം പഠിച്ച് വരണുള്ളൂ. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളുണ്ട് ഉറപ്പായിട്ടും. അപ്പോൾ അതെല്ലാം മാറ്റി വരും, ഞാൻ സെറ്റായിട്ട് വരും. അപ്പോൾ ഞാനൊരു GoPro ഒക്കെ ഇനി സെറ്റ് ചെയ്യണം പയ്യെ. ഇപ്പം ഒരു ഫണ്ടിൻ്റെ ഷോർട്ടേജൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഫോണിലൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഊട്ടി കൊടൈക്കനാൽ അടിപൊളി റൈഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സായിട്ട്. എന്തായാലും അടുത്ത മാസം ഉറപ്പായിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ അടിപൊളി വീഡിയോ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഫിഷിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് എല്ലാം വരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നമ്മൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എൻ്റെ ചാനലൊരു പാട്ടായിട്ട് കൂടെ നിൽക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.